ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സദ്യയ്ക്കൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ഇഞ്ചിപ്പുളി. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്, എന്നാൽ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കൈ അളവിൽ ഉള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ 2 പീസ് ഇഞ്ചി, ഒരു 10-12 പച്ചമുളക്, പിന്നെ നമുക്കൊരു പൊടി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എള്ളും ഉലുവയും ഓരോ ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നോക്കണേ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നോക്കൂ, ഇപ്പോൾ എള്ളെല്ലാം നമുക്കത് പൊട്ടി വരുന്നുണ്ട്. ഇതും ഒരു ചുവന്ന രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്മിൽ വെച്ച് തന്നെ വറുത്തോളൂ. ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കായപ്പൊടി. അത് ജസ്റ്റ് ഒന്ന് ചൂടായ മതി. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഈ പൊടി നമ്മൾ ലാസ്റ്റിലേക്ക് മാത്രമാണ് ഇടുന്നത്, അതുകൊണ്ട് നല്ല ചൂടാറിയതിന് ശേഷം മാത്രം പൊടിക്കണം. ഇനി നമ്മൾക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടിയിട്ട് ചുവന്ന മുളക് ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. കുറച്ച് കറിവേപ്പില, അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നല്ല ചെറുതേ അരിഞ്ഞോളൂ. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളെടുത്ത പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി കൊടുക്കണം. ആ എണ്ണയിൽ തന്നെ കിടന്ന് നമുക്കതാ നല്ല ഒരു മുരിഞ്ഞ ഒരു സ്റ്റേജ് എത്തുക. ആ സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി നല്ലപോലെ കട്ടിയായി തന്നെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. നമുക്ക് ഇലയിൽ വിളമ്പുമ്പോൾ കുറച്ച് കട്ടിയായിട്ടല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നല്ലപോലെ കുറച്ച് കട്ടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ഞാൻ ചേർത്തുന്നുള്ളൂ. നമുക്കൊന്ന് വറ്റിയതിന് ശേഷം ഒന്നുകൂടി നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് പുളി നല്ലോണം വേവണ്ടേ, അതിന് വേണ്ടി നല്ല തിളക്കട്ടെ. നോക്കൂ, ഇപ്പം നല്ല തിള വന്ന് കുറച്ചങ്ങനെ കട്ടിയായി വരുന്നുണ്ട്, കണ്ടോ? നല്ലപോലെ തിളച്ച് പുളി നല്ല വേവണം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഇപ്പോൾ ഇതിൽ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നല്ലപോലെ ഒന്ന് വറ്റി പുളിയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ വന്നിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ശർക്കരയാണെങ്കിൽ എത്ര നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടോ, ഒരു 3 അച്ച് അങ്ങനെ മതിയാകും. ഇത് പൊടിയായതിനോട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ നല്ലപോലെ കുറുകി വരുന്നവരേക്ക് നമുക്ക് വെക്കാം. ഇതപ്പോൾ നോക്കൂ, ഞാൻ ഒഴിച്ചതിനേക്കാട്ടും ഒരു 1/4 കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിത് ചൂടാവുമ്പോൾ കട്ടിക്ക് തന്നെ ആവും. ഇതാ നോക്കൂ, നല്ല തിളച്ചതാ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് ആ ഉലുവ, എള്ള്, കായെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, വറുത്ത് വെച്ചാൽ അത് പൊടി, ആ പൊടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് കണ്ടിന്യൂസായി നമുക്കത് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാത്രം കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ അതെല്ലാം നല്ലപോലെ സെറ്റാവും. അപ്പോൾ നോക്കൂ, നമ്മുടെ സദ്യയ്ക്ക് വിളമ്പാനുള്ള ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.